അപ്പൊ ഈ അന്യഭാഷയെല്ലാം ദൈവത്തിൽ നിന്നാണെന്നൊന്നും വിചാരിക്കരുത്. അന്യഭാഷ പറഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോകുന്നതല്ല, വില കൊടുക്കണം. പ്രിയമുള്ളവരെ, വില കൊടുക്കാതെ കാര്യം നടക്കുകയില്ല. അബ്രഹാമിന് ദൈവം കനാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോരുക. ഏത് ദേശമാണെന്ന് പോലും പറഞ്ഞില്ല. അതിന് അബ്രഹാം ഇരിക്കുന്നത് ഇന്നത്തെ ദൈവമക്കൾ എളുപ്പം പണിയായിട്ട് എളുപ്പം റെഡിമെയ്ഡാ. എല്ലാം റെഡിമെയ്ഡ് വസ്ത്രമുള്ളതുപോലെ റെഡിമെയ്ഡാ. രക്ഷയുണ്ട്, റെഡിമെയ്ഡാ. ഒന്ന് കൈപൊക്കിയാ മതി. രണ്ട് ഹല്ലേലൂയ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കർത്താവേ ഞാൻ പട്ടിണിയാണ്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ രോഗമാണ്, എല്ലാവരും എല്ലാം തള്ളിയിരിക്കും, ഞാൻ ഏകാഗിയാണ് എന്ന് പറയുന്നത് കരഞ്ഞു കഴിയുമ്പോൾ പാസ്റ്റർ വിചാരിക്കുന്ന മാനസാന്തരപ്പെട്ടെന്ന. ഹല്ലേലൂയ, മാനസാന്തരപ്പെട്ടു. സ്വത്രം. ഒരാത്മാവിനെ കിട്ടി, 2 കിട്ടി, 10 കിട്ടി. ഒരു കൺവെൻഷൻ നടത്തി കഴിഞ്ഞ് എങ്ങനെയെങ്കിലും 15, 30, 100 പേരെ എങ്ങനെയെങ്കിലും സ്നാനപ്പെടുത്തണം. അതിന് ഡ്രം സെറ്റുകാർ കൊണ്ട് സ്പീഡായിട്ട് അടുപ്പിച്ചാണെങ്കിലും കൊള്ളാം. എങ്ങനെയാണ് 2 കൊണ്ട് കണ്ട് സ്പീഡായിട്ട് അടിച്ചോ, അവൻ കുളിങ്ങുന്ന കണ്ടോ, ശരി, അവനും ആത്മാവ് കിട്ടി, പിന്നെ അന്യഭാഷ പറഞ്ഞോളൂ. നമുക്ക് വെള്ളത്തിൽ മുക്കിയേക്കാം. നമ്മുടെ അംഗങ്ങൾ എന്താണ്? ശരിയാ, നിങ്ങളുടെ രജിസ്റ്ററിൽ ആളുകൾ കൂടിക്കൊള്ളട്ടെ, വരുമാനം വരും. എന്നാൽ കാലം തൊനിക്കും. സഭ എടുത്തോളപ്പെടുന്നതിന് ശേഷം നിങ്ങൾ സഭ നടത്താൻ ഒരുങ്ങിയിരുന്നോണോ? കർത്താവിന്റെ കാലം വന്നു. ശനിയാഴ്ച സഭ കർത്താവ് വന്നു, തന്റെ സഭ എടുത്തോളപ്പെടും. ഞായറാഴ്ച വീണ്ടും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തമ്പേറും കൊട്ടി പാട്ടും പാടിക്കൊണ്ടിരിക്കും. കർത്താവേ, നിന്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. സഭ എവിടെ പോയി? സ്വർഗത്തിൽ പോയി. അങ്ങനെ സംഭവിക്കാൻ പോകുകയാ. അതുകൊണ്ട് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ദൈവം എന്തുമാത്രം മുതൽ മുടക്കുന്നു, വലിയവനായ ദൈവം എന്തുമാത്രം മുതൽ കൊടുക്കുന്നു. അതിന് കൈപൊക്കി എങ്ങനെയെങ്കിലും കുറച്ച് പ്രേരണ കൊടുത്തിട്ട്, ഒരു സന്തോഷം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൈപൊക്കിയാൽ മതി എന്ന് വിചാരിച്ചാൽ കാര്യം നടക്കയില്ല. പ്രിയമുള്ളവരെ, ഇതിന് വില കൊടുക്കാൻ ഒരുങ്ങണം. വില കൊടുക്കാതെ കാര്യം നടക്കയില്ല. അതിന് വില കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിക്കണം. എഫേസ്യ ലേഖനം 2:19 വായിച്ചാട്ട്. എഫേസ്യ 2:19. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ദൈവത്തിന്റെ ഭവനക്കാരായി തീരണം. ദൈവത്തിന്റെ ഭവനക്കാരായി തീരുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ ഭവനക്കാരായി